റോഷി അഗസ്റ്റിനെതിരെ കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി അംഗം ജയകൃഷ്ണൻ പുതിയടത്ത് രംഗത്ത്. പാർട്ടിക്കുണ്ടായ തിരിച്ചടിക്ക് കാരണം റോഷി അഗസ്റ്റിനാണെന്നും മുന്നണി മാറ്റത്തിന് അവസരം ലഭിച്ചപ്പോൾ ഉപയോഗിച്ചില്ലെന്നും ആരോപണം. റോഷി അഗസ്റ്റിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി അംഗം ജയകൃഷ്ണൻ പുതിയടത്ത് രംഗത്ത്. പാർട്ടിക്കുണ്ടായ തിരിച്ചടിക്ക് കാരണം റോഷി അഗസ്റ്റിനാണെന്നും മുന്നണി മാറ്റത്തിന് അവസരം ലഭിച്ചപ്പോൾ ഉപയോഗിച്ചില്ലെന്നും ജയകൃഷ്ണൻ ആരോപിച്ചു. UDF-മായി ചർച്ചയ്ക്കുള്ള അവസരം ജോസ് കെ മാണി സൃഷ്ടിച്ചുവെന്നും ഇതറിഞ്ഞ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചതോടെ ഭയന്നുപോയ റോഷി പാർട്ടിയെ വഞ്ചിച്ചതായുമാണ് ആരോപണം. നവമാധ്യമങ്ങളൊക്കെ പലരും പറയുന്നുണ്ട് റോഷിയുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ മുടക്കിയ പൈസയുടെ സോഴ്സൊക്കെ കോടിക്കണക്കിന് രൂപ മുടക്കിയെന്ന് ആളുകൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണെങ്കിൽ ഈ പ്രാവശ്യം മത്സരിക്കാൻ വേണ്ടി പലരെയും പൈസ കൊടുത്ത് വശത്താക്കി. പക്ഷേ അതൊക്കെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. നമ്മൾ ഒരിക്കലും ഈ പാർട്ടി നശിക്കണമെന്ന് ആഗ്രഹിച്ച ആളല്ല. റോഷി വിജയിക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ റോഷി ഒരിക്കലും പാർട്ടി വിധേയപ്പെട്ട് നിന്നിട്ടില്ല. മന്ത്രിയായി കഴിഞ്ഞപ്പോൾ, അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ തലയ്ക്ക് മത്തു പിടിച്ചുകൊണ്ട് പാർട്ടിക്കാരെ മുഴുവൻ വെല്ലുവിളിച്ചു. ഇടുക്കിയിലെ ജനങ്ങളെ കേൾക്കാതെ ഒരു ദിവസം പോലും, നമുക്കറിയാം മറ്റ് MLA-മാരുണ്ടായിരുന്നു, അവർ മന്ത്രിമാരായിട്ടുണ്ട്, അവരെ മണ്ഡലത്തിൽ ഞായറാഴ്ച ദിവസം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മാസത്തിൽ 1-2 ദിവസം ഉണ്ടായിരുന്നു. ഇടുക്കിക്കാർ റോഷിയെ കിട്ടിയിരുന്നോ? കാണാൻ കിട്ടിയിരുന്നോ? MLA ആരോ അദ്ദേഹം നാട് പ്രവർത്തിച്ചു. പക്ഷേ മന്ത്രിയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം നാട് മുഴുവൻ നടന്നു. മിച്ച സമയം ഉണ്ടെങ്കിൽ പാലായിൽ പോയി ചെലവഴിച്ചു. പാലാ എങ്ങനെയെങ്കിലും പിടിക്കണമായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അദ്ദേഹത്തിന് വേണ്ടി, ജോസ് കെ മാണി ജയിപ്പിക്കാൻ വേണ്ടിയല്ല. അപ്പോൾ അതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ചില നീക്കങ്ങൾ. അതെല്ലാം ജനങ്ങൾ ഒളിച്ചു കളഞ്ഞു. റോഷി പറയുന്നത് മടിയിൽ കനമുള്ളതുകൊണ്ടാണെന്നും കടുത്ത അതൃപ്തിയുള്ളതിനാൽ താൻ പാർട്ടി വിടുകയാണെന്നും ജയകൃഷ്ണൻ പറഞ്ഞു. അതിന് തിരിച്ചിലാണ് ഉണ്ടായത്. ഇടുക്കി നമുക്കറിയാം, അദ്ദേഹത്തിന്റെ വാഴത്തോപ്പിൽ അദ്ദേഹം വോട്ട് ചെയ്ത സ്ഥലത്ത് പോലും 50-ലേറെ വോട്ടുകൾക്ക് പിന്നിലാണ്. കേരള കോൺഗ്രസ്സുകാർ ഒരു 5000 മുതൽ 10000 വരെ വോട്ടുകൾ മറിച്ച് ചെയ്തു എന്നുള്ള യാതൊരു സംശയവുമില്ല. നമുക്കൊക്കെ ആ കാര്യങ്ങൾ ഇപ്പം ഞാൻ ഇങ്ങനെ പ്രതികരിച്ചപ്പോൾ പലരും എനിക്ക് ഈ പാർട്ടിയിൽ മുതിർന്ന അടക്കമുള്ള ആളുകളൊക്കെ പിന്തുണ നൽകിയിട്ടുണ്ട്. ഒരു വലിയ ഒരു കൊഴിഞ്ഞുപോക്ക് അല്ലെങ്കിൽ ഒരു നിസ്സംഗത. ഇപ്പം എന്നെപ്പോലുള്ള ആളുകൾ ഞങ്ങളൊക്കെ ഈ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ വളരെ ദുഃഖിതരാണ്. ഈ ഒരു സൂചന പാർട്ടിക്ക് നൽകിയിട്ടുള്ളതാണ്. ഇതൊക്കെ നേരത്തെ കമ്മിറ്റികൾ പറഞ്ഞു, പരസ്യമായിട്ട് പറഞ്ഞു, പലതവണ പാർട്ടി കമ്മിറ്റികൾ ആവശ്യപ്പെട്ടതാണ്. നമുക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കരുത്, നമുക്ക് പാർട്ടിക്ക് അനുകൂലമായ തീരുമാനം എടുക്കണം, പാർട്ടി ഒരുമിച്ച് പോകണം, ഇത് അവസാന ചാൻസ് ആണെന്ന് അവർ പറഞ്ഞു. കാര്യം UDF-യുടെ പല പ്രശ്നങ്ങളുണ്ടായിരിക്കും, ഞങ്ങളെ പുറത്താക്കിയതാണ്. പക്ഷേ തിരിച്ച് അവർ ഞങ്ങളെ ആത്മാർത്ഥമായി വിളിച്ചപ്പോൾ ആ വിളി കേൾക്കാതെ അതിനെ തിരസ്കരിച്ചതാണ് ഈ തോൽവിക്ക് ഉണ്ടായ ഏറ്റവും പ്രധാന കാരണം. അതിന് ഒന്നാമതായിട്ട് ഇത് മുന്നിട്ടിറങ്ങിയത് റോഷി അഗസ്റ്റിനാണ്. റോഷി അഗസ്റ്റിൻ പേടിച്ചു, മുഖ്യമന്ത്രിയെ പേടിച്ചു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ആഫീസിനെ പേടിച്ചു, വിജിലൻസ് കേസിനെ പേടിച്ചു. അതാണ് പ്രധാനപ്പെട്ട കാരണം. മുന്നണി മാറ്റം നടക്കാത്തതിൽ പാർട്ടി അണികൾക്കിടയിൽ ധാരാളം പേർക്ക് അതൃപ്തിയുണ്ട്. കൂടുതൽ പേർ പാർട്ടി വിട്ടു പോകുമെന്നും റോഷി പാർട്ടിക്ക് തീ പിടിപ്പിച്ചെന്നും ജയകൃഷ്ണൻ പുതിയടത്ത് ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ലഡു എടുക്കുന്നില്ലേ? ഇല്ല, ഷുഗർ ഉണ്ടേ. എനിക്കെല്ലാം നോർമലാന്നേ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ബേബി ഉണ്ടല്ലോ. ബേബി? വേറൊന്നും അല്ലെന്നേ, ഞങ്ങളുടെ തൊടുപുഴയിലെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. അവിടുത്തെ ന്യൂറോ ഡോക്ടർ ഉള്ളത് കൊണ്ടല്ലേ ഞാനിപ്പോ ഇങ്ങനെ ഇരിക്കുന്നേ. ഇവളുടെ വിട്ടുമാറാത്ത മുട്ടുവേദന, ഇവളുടെ അമ്മാവന്റെ സ്പൈൻ സർജറി, ഈ കൊച്ചിന്റെ ശ്വാസം മുട്ടല് എല്ലാം BMH ഉള്ളത് കൊണ്ടാണ് മാറിയത്. കൊള്ളാലോ BMH. പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാ കിലോമീറ്ററോളം പോകേണ്ടി വന്നിരുന്ന പഴയ ഇടുക്കിയല്ലേ ഇപ്പോ. അച്ചായ, മോളെ ഞങ്ങൾക്ക് ഇങ്ങനെ തന്നേക്ക്, ഞങ്ങൾ പൊന്നു പോലെ നോക്കിക്കോളാം. നിങ്ങൾ ഇടുക്കിക്കാരെ BMH നോക്കുന്നത് പോലെ. അങ്കിളെ, ഇത് നമ്പർ. അതെ, ഇത് ചേച്ചിയുടെ നമ്പർ അല്ല, ഇത് BMH-ലെ നമ്പറാ. ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാൻ പറഞ്ഞു ചേച്ചി. അത്യാധുനിക ചികിത്സ കുറഞ്ഞ ചെലവിൽ ഇടുക്കിക്കൊപ്പം ഞങ്ങളുമുണ്ട്. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, തൊടുപുഴ.